ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് മാവ് ഞാൻ പൂരിക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കുത്തി കളിക്കുന്നുണ്ട്. മാവിനെ അവിടെ റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ട് ഞാൻ ലിവർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മുടെ ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ഇതെല്ലാം കൂടി ഇട്ടങ്ങ് വഴറ്റി കൊടുക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് ഈ ചിക്കൻ്റെ ലിവർ റോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ വഴറ്റി അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ലിവർ അതിലേക്ക് തട്ടി കേട്ടോ. ഇത് തട്ടി ഇളക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എടുത്ത ചട്ടി ഒത്തിരി ചെറുതായിപ്പോയി. ഇതിൽ ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വേവുമ്പോൾ ശരിയാവുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാനതോടെ അവിടെ അടച്ചു വെച്ചു. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്കും ഞാൻ ഭൂരിക്കുള്ള ബോളെല്ലാം ഉരുട്ടിയെടുത്തിട്ട് പ്രസ്സിലടിച്ചാണ് ഞാനിന്ന് ഭൂരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ദാണ്ട് ഓരോരോ ബോളായിട്ട് എടുത്ത് നമ്മുടെ പൂരി പരത്തി നല്ല ചൂടെണ്ണയിലേക്ക് ഇട്ട് നല്ല അപ്പുറം ഇപ്പുറവും ബ്രൗൺ ആകുന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് മൊരിഞ്ഞ പൂരിയാട്ടോ ഇഷ്ടം. അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ കളർ മാറുന്നവരെ ഞാൻ തിരിച്ച് മറിച്ച് വിട്ട് ഈ പൂരി പൊരിക്കും കേട്ടോ. എനിക്ക് ഈ പൂരി ഇങ്ങനെ തിന്നാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഈ പൂരി ഇതേപോലെ ചൂടോടെ തിന്നാനാണെങ്കിൽ കറി ഒന്നും വേണ്ട. എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ കുട്ടീസിനും ഭയങ്കര ഇഷ്ടമാണ് പൂരി ചുട്ടിടുമ്പോൾ ആ ചൂടോടെ എടുത്തുകൊണ്ട് വെച്ച് കറി ഒന്നും വേണ്ട. അല്ലാതെ തന്നെ എല്ലാവരും ഇവിടെ പൂരി അങ്ങനെ കഴിക്കുന്നവരാണ്. പൂരി അഡിക്റ്റാണ് എല്ലാവരും ഇവിടെ. ഈ പൂരി പൊരിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ റോസ്റ്റിൻ്റെ ചട്ടി ഒന്ന് മാറ്റിയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ആക്കിയിരുന്നു. അപ്പോഴത്തേക്കും അതും സെറ്റായി നന്നായിട്ട് വരട്ടിയെടുത്തു. ഈ ഒരു കോമ്പ് സൂപ്പറാണ് കേട്ടോ. കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.